റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ വിളംബര സമരവും കൂട്ടധർണയും സംഘടിപ്പിച്ചു. ജൂലൈ 8, 9 തീയതികളിൽ നടക്കുന്ന കടയടപ്പ് സമരത്തിന് മുന്നോടിയായാണ് വിളംബര സമരവും കൂട്ടധർണയും നടത്തിയത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കോടതി വിധി നടപ്പിലാക്കി റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ജൂലൈ 8, 9 തീയതികളിൽ റേഷൻ കടകൾ അടച്ച് രാപ്പകൽ സമരം നടത്തുന്നതിന് മുന്നോടിയായാണ് വിളംബര സമരവും കൂട്ടധർണയും സംഘടിപ്പിച്ചത്. കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന സമരം ആലപ്പുഴ ജില്ലാ സംയുക്ത സമരസമിതി ചെയർമാൻ മോഹൻ ഭരണിക്കാവ് ഉദ്ഘാടനം ചെയ്തു. 95 ലക്ഷത്തോളം റേഷൻ കാർഡുള്ള ഈ സംസ്ഥാനത്ത് കൃത്യമായിട്ട് സാധനം കൊടുക്കേണ്ട ബാധ്യത കേന്ദ്രത്തിന്റെ ഉണ്ട്, സംസ്ഥാനത്തിന്റെ ഉണ്ട്. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വല്യച്ഛനും കൊച്ചനും കളിച്ചാൽ ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങളെ ബാധിക്കുന്നു. ഇവിടെ അൻസാരിയൊക്കെ സൂചിപ്പിച്ചു, പല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് സാധനം വേണ്ടി, ഞങ്ങൾ കൃത്യമായിട്ട് സാധനം കൊടുക്കുന്നില്ലേ? ഇപ്പൊ തന്നെ കൊറോണ വന്ന് 65 സഹോദരന്മാർ ഞങ്ങളിൽ നിന്ന് മരിച്ചത്. ഒരാളിനെങ്കിലും 1 രൂപ കൊടുക്കാൻ സഹായം ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആർ സോമശേഖരൻ അധ്യക്ഷനായി. സമരസമിതി ട്രഷറർ അജി പുത്തൂർ വിളംബര സമര സന്ദേശം നൽകി. CV സന്യാൽ, M അൻസാരി, നവാസ് ഗഫൂർ, അനിൽ തോമസ്, K സുഗതൻ, ഷംസുദ്ദീൻ, ഗോപൻ മുതുകുളം തുടങ്ങിയവർ സംസാരിച്ചു. ACV ന്യൂസ്, ഹരിപ്പാട്.